അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാൽപ്പത്തെട്ടാമത്തെ അവസാനം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ്ഖി അല്ലാമുൽ ഗുയൂബ്. ഖുൽ ജാഅൽ ഹഖ് വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ്. ഖുൽ ഇൻ ളലൽതു ഫഇന്നമാ അളില്ലു അലാ നഫ്സി വഇൻ ഇഹ്തദൈതു ഫബിമാ യൂഹി ഇലയ്യ റബ്ബി ഇന്നഹു സമീഉൻ ഖരീബ്. വലൗ തറാ ഇദ് ഫസിഉ ഫലാ ഫൗത വഉഖിദൂ മിൻ മകാനിൻ ഖരീബ്. വഖാലൂ ആമന്നാ ബിഹി വഅന്നാ ലഹുമുത് തനാവുശ്. وأنى لهم التناوش من مكان بعيد. وقد كفروا به من قبل ويقذفون بالغيب من مكان قريب بعيد. ويقذفون بالغيب من مكان بعيد. وحيل بينهم وبين ما يشتهون كما فعل بأشياعهم من قبل. إنهم كانوا في شك مريب. സൂറത്തു സബഇൻ്റെ സമാപനമാണ്. സൂറത്തു സബഇൽ നമ്മൾ തുടക്കത്തിലെ കുറേ ആയത്തുകൾ അള്ളാഹുവിൻ്റെ തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാത്ത മറ്റാരെയും ആരാധിച്ചത് കൊണ്ട് നിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും വണക്കവും വഴിപാടുകളും തവക്കുലും ആരാധനയുടെ ഇനത്തിൽപ്പെട്ട എന്തുണ്ടോ അതെല്ലാം പടച്ചവനോട് മാത്രമായിരിക്കണം എന്ന ആശയത്തെയാണ് കുറേ ആയത്തുകൾ തുടങ്ങി വെച്ചത്. പിന്നീട് അള്ളാഹു അനുഗ്രഹിച്ച രണ്ട് പ്രവാചകന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഒന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം, മറ്റൊന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം. അവർ രണ്ടുപേർക്കും അള്ളാഹു തആല ഭൂമിയിൽ ഒരുപാട് ഭൗതികമായ അധികാരങ്ങളും സൗകര്യങ്ങളും സമ്പത്തും നൽകിയിട്ടും ആ അനുഗ്രഹങ്ങളെ മറക്കാതെ അതിന് കൃത്യമായി നന്ദി ചെയ്ത് ജീവിച്ചതുകൊണ്ട് അള്ളാഹു ആ നിഅമത്തുകൾക്ക് വർധനവ് നൽകി പരലോകത്ത് രക്ഷയും അവർക്ക് നൽകി. തുടർന്ന് അതുപോലെ സൗകര്യങ്ങൾ ചെയ്ത ബിൽഖീസിലെ സബയിലെ രാജ്ഞി, അവരെപ്പറ്റിയാണ് പിന്നീടുണ്ടായത്. അവർ വിശ്വസിച്ചു, അവരവസാനം വിശ്വാസിയായി മാറി സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കയ്യാൽ. ആ സബകാരാവട്ടെ വിശ്വസിക്കാത്തത് കാരണത്താൽ
അള്ളാഹു എല്ലാ സൗകര്യങ്ങളും തോട്ടങ്ങളും ഫലവൃക്ഷങ്ങളും കായ്ക്കനികളും ഒക്കെ നൽകിയിട്ടും അള്ളാഹു തആല ആ തോട്ടങ്ങളെ സെയിലുൽ ഒരു ഭീകരമായ വെള്ളപ്പൊക്കം കൊണ്ട് നശിപ്പിച്ചു. അള്ളാഹുവിൻ്റെ നിഅമത്ത് നന്ദി ചെയ്താൽ അതിന് അള്ളാഹു വർധനവ് തരും, നന്ദികേട് കാണിച്ചാൽ അള്ളാഹു നാശം തരും എന്നതിൻ്റെ ഉദാഹരണം, ചരിത്രത്തിൽ 2 ഉദാഹരണം ഇതിൽ കൂടി നമ്മൾ പഠിച്ചു. മറ്റൊന്ന്, റിസ്ക് അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്. അള്ളാഹുവാണ് നമുക്ക് റിസ്ക് തരുന്നവൻ. അള്ളാഹു അല്ലാതെ മറ്റാരും റാസിക്കായിട്ടില്ല. ബിംബങ്ങളെ നിങ്ങൾ എത്ര ആരാധിച്ചാലും ബിംബങ്ങൾക്ക് റിസ്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. ബിംബങ്ങൾ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന പൂജിക്കപ്പെടുന്ന മനുഷ്യ ദൈവങ്ങളാവട്ടെ അല്ലെങ്കിൽ മഹാന്മാരാവട്ടെ, അവർക്ക് റിസ്ക് അങ്ങോട്ട് കൊടുക്കണം. അവർക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താലേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അവരെന്തെങ്കിലും ഇങ്ങോട്ട് പ്രസാദമോ അല്ലെങ്കിൽ വല്ല നല്ല വാക്കുകളോ അവർ പറയുകയുള്ളൂ. അങ്ങോട്ട് കൊടുത്താലേ കിട്ടുള്ളൂ. പഠിച്ചോൻ്റെ അതല്ല, പഠിച്ചോന് ഇങ്ങോട്ട് തരുന്നു, അങ്ങോട്ടൊന്നും അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ടതില്ല. ബിംബങ്ങൾക്കാവട്ടെ ഒരു ഉപകാരവും ചെയ്യാനൊട്ട് കഴിയുകയുമില്ല. എത്ര ബിംബങ്ങളുടെ പേരിൽ നമ്മൾ വഴിപാടുകളും നേർച്ചകളും കാണിക്കകളും കൊടുത്താലും അത് മറ്റാരോ കൊണ്ടുപോകും എന്നല്ലാതെ നമുക്ക് പ്രതിഫലവും കിട്ടൂല, ഒരു ഉപകാരവും കിട്ടൂല. പഠിച്ചവൻ്റെ മാർഗത്തിൽ നമ്മൾ എന്ത് കൊടുത്താലും അത് ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടും, അള്ളാഹു അതിന് പ്രതിഫലം നൽകുകയും ചെയ്യും എന്ന് തുടങ്ങുന്ന കുറേ വചനങ്ങൾ ആണ് പഠിച്ചത്. മറ്റൊന്ന്, പരലോകത്ത് ദുർബലന്മാരും ശക്തന്മാരും തമ്മിൽ തർക്കങ്ങൾ നടത്തും. ശക്തന്മാർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിനെ വഴിതെറ്റിച്ച പ്രമാണിമാരും അറിവുള്ള ആളുകളും, ദുർബലന്മാരെന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത, സമൂഹത്തിൽ സ്വാധീനമില്ലാത്ത ആളുകൾ. വലിയ വലിയ ആളുകളെ കണ്ട് അവരുടെ പിന്നാലെ കൂടി അവർ ചെയ്യുന്നതൊക്കെ ചെയ്ത് ജീവിച്ചാൽ തൽക്കാലം അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും ആശ്വാസം കിട്ടുമെന്നല്ലാതെ പരലോകത്ത് ആരും നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടാവില്ല. ഒരു ശക്തനും പരലോകത്ത് രക്ഷപ്പെടുത്താൻ. വലായം ഫഉ ദൽ ജദ്ദി മിങ്കൽ ജദ്ദ്, കഴിവുള്ളവന് അള്ളാഹുവിൻ്റെ അടുക്കൽ ആ കഴിവ് ഉപകാരപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് മുസ്തളഇഫീങ്ങൾ, മുസ്തക്ബിരീങ്ങൾ, അഹങ്കാരികളും ദുർബലന്മാരും ആയി നമ്മൾ 2 രൂപത്തിലും പെടരുത്. അഹങ്കാരികളായി നമ്മൾ ജീവിക്കരുത്, എന്നാൽ അവരെങ്ങനെ കണ്ട് മറ്റുള്ളവനെയും കണ്ട് ജീവിക്കുന്ന ദുർബലരാവരുത്. നമുക്ക് അള്ളാഹു നൽകിയ കണ്ണും കാതും ഉപയോഗപ്പെടുത്തി ശരിയും തെറ്റും വേർതിരിച്ച് ജീവിക്കണം എന്നതാണ്. മറ്റൊരു കാര്യം, അള്ളാഹു മക്കളും സമ്പത്തും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് എന്നും അതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടുകയില്ല എന്നും, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്തനയാണ്, അവർ പരീക്ഷണമാണ് മക്കളും സമ്പത്തും. ഒമാ അംവാലുക്കും ബില്ലത്തി ഔലാദുക്കും ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫ, മക്കളും അതുപോലെ സമ്പത്തും നമ്മുടെ അടുക്കലേക്ക് നിങ്ങളെ അടുപ്പിക്കുകയില്ല, അടുപ്പിക്കുന്ന വസ്തുക്കളല്ല. അവരെ നന്നായി ഉപയോഗപ്പെടുത്തിയാലോ അവർ നമുക്ക് സമ്പത്തും മക്കളും ഉപകാരപ്പെടും എന്നിങ്ങനെയുള്ള നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ അതിനെ തള്ളിക്കളയുന്ന, നിരാകരിക്കുന്ന ആളുകളോട് ഒറ്റക്കൊന്ന് ആലോചിക്കാനും പറഞ്ഞു. അല്ലാഹു തആല ഖുൽ ഇന്നമാ അഇളുക്കും ബിവാഹിദത്തിൻ അൻ തഖൂമു ലില്ലാഹി മസ്നാ വഫുറാദാ സുമ്മ തതഫക്കറു മാ ബിസാഹിബിക്കും മിൻ ജിന്ന. ഈ നബി പറഞ്ഞു തരേണ്ട വിശ്വാസങ്ങളോ സതുപദേശങ്ങളൊക്കെ നിങ്ങൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. നബി കളവ് പറയുകയല്ല. നിങ്ങളൊന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് നോക്ക്. നബി കളവ് പറയോ? പറഞ്ഞിട്ടില്ലല്ലോ. ഇത്രയും കാലം നബി കളവ് പറഞ്ഞിട്ടല്ലല്ലോ. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് നബി അല്ലമീനാണെന്ന്. പിന്നെ ഇപ്പോഴായിട്ട് കളവ് പറയുന്നത് എന്തിനാ? എന്നാൽ ഈ കളവ് പറയുന്നത് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ കളവാണെന്ന്? ഇത് ശരിയാണ് എന്നല്ല ബോധ്യം. അപ്പോൾ നിങ്ങൾ ഒറ്റക്ക് ആലോചിച്ച് നോക്കിയാൽ നബി പറഞ്ഞു തരുന്നത് വ്യാജമല്ല, ശരിയായതാണ് എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടും എന്ന് പറഞ്ഞ് ആഖിറത്തിലാണ് ഇനി ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ആഖിറത്തിലെ അവസ്ഥ അതാണ്. ഖുൽ
ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ് അല്ലാമുൽ ഖുയൂബ്. ഖുൽ പറയുക, ഇന്ന റബ്ബി തീർച്ചയായും എൻ്റെ രക്ഷിതാവ്, യഖ്ദിഫു ബിൽ ഹഖ് ഹക്ക് നിങ്ങളിലേക്ക് എറിഞ്ഞു തരുന്നു. അവന് ഹക്ക് കൊണ്ട് എറിയുന്നു. ഹക്ക് കൊണ്ട് എറിയുന്നു. ഹക്ക് കൊണ്ട് എറിയുക എന്ന് പറഞ്ഞാൽ ഹക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളിലുള്ള ബാത്തിലുകളായ വിശ്വാസത്തെ അല്ലാഹു തആല എറിഞ്ഞ് തകർക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യം വന്നു കഴിഞ്ഞാൽ ബാത്തിലിന് നിലനിൽപ്പില്ല. ഖദഫ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്ന്. ഖദഫ മുടിഞ്ചി എന്നാണ് പറയാനത്ത് പറയലുണ്ട്. കല്ലൊക്കെ അങ്ങനെ കോട്ടിയൊക്കെ മുടിഞ്ച്, അതിനാ ഖദഫ എന്ന് പറയാം. അപ്പോൾ ഹക്ക് കൊണ്ട് നിങ്ങൾ അല്ലാഹു തആല എറിയുന്നു. അത് ഹക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. എന്നിട്ട് ബാത്തിലിനെ തകർക്കുന്നു. ജാ അൽ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. ഹക്ക് വന്നു കഴിഞ്ഞു, ബാത്തിൽ തകർന്നു കഴിഞ്ഞു. ബാത്തിൽ തകരാനുള്ളതാണ്. ആ കാര്യം നിങ്ങൾ അവരോട് പറയുക. ബാത്തിൽ എന്തെങ്കിലും ഒന്ന് നശിക്കും. ബാത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടും, അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടും. ഹക്കാണ് ശരി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിൻ്റെ റബ്ബ് അങ്ങനെയാണ് ചെയ്യുക. വഖുൽ ജാ അൽ ഹഖു, ഖുൽ നീ പറയുക, ജാ അൽ ഹഖു ഹക്ക് വന്നു കഴിഞ്ഞു. വമാ യുബ്ദിഉൽ ബാത്തിലു ബാത്തിൽ ഒന്നും തുടങ്ങി വെക്കുകയില്ല. വമാ യുഈദ് ഒന്നും ആവർത്തിച്ചുണ്ടാക്കുകയുമില്ല. ഭൂമിയിലെ എല്ലാ വളർച്ചയുടെയും എല്ലാ നാഗരികതകളുടെയും എല്ലാ മനുഷ്യ പുരോഗതിയുടെയും കാരണം ഹക്കാണ്. ബാത്തിലൊന്നും തുടങ്ങി വെച്ചിട്ടില്ല. ഇവിടെ ബാത്തിൽ കൂടുതലുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ മനുഷ്യൻ ഇത്രയും പുരോഗമിക്കുകയും വളരുകയും സംസ്കാര സമ്പന്നനാകുകയും ചെയ്തത് ബാത്തിൽ കൊണ്ടല്ല. മദ്യപിച്ചിട്ടാരും ഒരു രാജ്യം പുരോഗമിച്ചിട്ടില്ല. പലിശ കൊണ്ട് ഒരു രാജ്യം പുരോഗമിച്ചിട്ടില്ല. വ്യഭിചാരവും കൊള്ളയും കൊലയും ഒരു സമൂഹത്തിൽ, അതൊക്കെയാണല്ലോ വലിയ ബാത്തിലുകൾ. ആ ബാത്തിലുകൾ വ്യാപിച്ച ഒരു സമൂഹത്തിന് ഒരിക്കലും ഒരു നിലക്കും പുരോഗതി ഉണ്ടായിട്ടില്ല. എന്നാൽ സമൂഹത്തിന് എന്തെങ്കിലും വളർച്ചയും പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹക്ക് കൊണ്ട്, സത്യം കൊണ്ട് മാത്രമാണ്. പ്രവാചകന്മാർ മനുഷ്യ സമൂഹത്തിന് കാലാകാലങ്ങളായി പഠിപ്പിച്ച നന്മകൾ അല്പമെങ്കിലും ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ് രാജ്യത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും സമാധാനം ഉണ്ടാകുമെങ്കിൽ ആ സമാധാനം നിലനിൽക്കുന്നത്. മാതാപിതാക്കളെ ആദരിക്കുന്ന മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, പാവങ്ങളെ സ്നേഹിക്കുന്ന ധനികന്മാർ, മുതിർന്നവരെ ബഹുമാനിക്കുന്ന ചെറിയവർ, ഇങ്ങനെ തുടങ്ങി സമൂഹത്തിൽ നന്മയും സമാധാനവും അതുപോലെ കൊലയും നടത്താതെ നീതി പുലർത്തുന്ന ഭരണാധികാരികൾ, അതൊക്കെ എന്തെങ്കിലും ഇവിടെ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പ്രവാചകന്മാർ ബാക്കി വെച്ച ഹക്കിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. അതാണ് ജാ അൽ ഹഖു ഹക്ക് വന്നു കഴിഞ്ഞു. വമാ യുബ്ദിഉൽ ബാത്തിൽ ബാത്തിൽ ഒന്നും തുടങ്ങി വെക്കുകയില്ല. വമാ യുഈദ് അത് തിരിച്ചു കൊണ്ടുവരിക. ഒരു നന്മയെയും ബാത്തിൽ തിരിച്ചു കൊണ്ടുവരില്ല. നമ്മൾ മദ്യപിച്ചിട്ട് മനുഷ്യന് ആരോഗ്യം ഉണ്ടാവില്ല. വ്യഭിചാരം വിപുലമായിട്ട് മനുഷ്യന് ഏതെങ്കിലും തരത്തിൽ നേട്ടം അതുകൊണ്ടുണ്ടാവില്ല. പലിശ കൊണ്ട് നാട്ടിലെ സാമ്പത്തിക രീതി നന്നാവില്ല. കൊള്ളയും കൊലയും നടത്തി ഒരു സമൂഹത്തെ കൊന്നൊടുക്കിയാൽ ആ രാജ്യം പുരോഗതിപ്പെടുകയില്ല. അങ്ങനെയൊക്കെയാണല്ലോ ഉള്ളത് ചിന്ത. കുറേ ആളുകളാണ് കൊന്ന് നാട് പുറത്താക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ നാട് സുഖമായി ജീവിക്കാം, അതുണ്ടാവില്ല. ഉമായുഈദ് ബാത്തിൽ ഒന്നും തിരിച്ചു കൊണ്ടുവരികയും ഇല്ല. പിന്നെ അതൊന്ന് പറയണം. അതായത് ഈ പ്രാപഞ്ചിക സത്യമാണ്. എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന പൊതു സത്യങ്ങളാണ് ഇതൊക്കെ. ലോകത്ത് ബാത്തിൽ കൊണ്ട് ഒരു നേട്ടവും ഒന്നും നന്മകൾ തിരിച്ചു വന്നിട്ടില്ല. ഹക്ക് വന്നിട്ടേ അതുണ്ടായിട്ടുള്ളൂ. കുൽ പറയുക, ഇൻ ലലൽതു ഞാൻ വഴിപഴിച്ചു പോയാൽ ഫഇന്നമാ അദില്ലു അലാ നഫ്സി എൻ്റെ നഫ്സിന്മേൽ തന്നെയാണ് ഞാൻ വഴിപഴിച്ചു പോകുന്നത്. ഞാൻ വഴി തെറ്റുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കാരണം കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ദോഷവും എനിക്ക് തന്നെയാണ്.
അല്ലാതെ നമ്മളെ ആരും വഴിപഴിപ്പിക്കുകയല്ല. അള്ളാഹു തആല വഴിപഴിവ് നമ്മളെ പഠിപ്പിക്കല്ല. അള്ളാഹു തആല നമ്മളെ പഴപ്പിക്കല്ല. അങ്ങനെ ഒക്കെ പഠിച്ചോനല്ലേ ചെയ്യേണ്ടത്, ഞാൻ എന്താ കാട്ടുക എന്ന് പറഞ്ഞ് നിൽക്കേണ്ടതില്ല എന്നാണ്. ഞാൻ നബിയോടാ പറഞ്ഞു, ഞാൻ വല്ല വഴിയും പിഴവും എനിക്കുണ്ടെങ്കിൽ അത് എൻ്റെ നഫ്സിനെതിരായി തന്നെ ഞാൻ തന്നെയാണ് വഴി വഹിപ്പിക്കുന്നത്. എന്നാലോ ഇനി ഇഹ്തദൈതു, ഏതെങ്കിലും നിലക്ക് ഞാൻ വഴി കാണുന്നുണ്ടെങ്കിൽ, ഇഹ്തദ എന്ന് പറഞ്ഞാൽ ഹിദായത്തിലായി, സന്മാർഗം കണ്ടു. ലല്ല എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിൽ നിന്ന് പഴച്ചു പോയി. അതിൻ്റെ നേരെ വിപരീതമാണ്. ഇനി ലലൽത്തു, ഞാൻ പിഴച്ചാൽ ഫ ഇന്നമാ അദില്ലു അലാ നഫ്സി, എൻ്റെ നഫ്സിനെതിരായി തന്നെയാണ് ഞാൻ പിഴക്കുന്നത്. അതിന് ദോഷം എനിക്ക് തന്നെയാണ്. ഇനി ഇഹ്തദൈതു, ഞാൻ സന്മാർഗത്തിലേക്ക് വഴി കണ്ടാൽ അത് ഫബിമാ യോഹി ഇലയ്യ റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് വഹി അറിയിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് സന്മാർഗം കിട്ടുന്നത്. എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ ഗവേഷണ ഫലമായിട്ടോ ഞാൻ സന്മാർഗത്തിലെത്തി എന്ന് നമുക്കാർക്കും പറയാൻ പാടില്ല. പഠിച്ചോ നമുക്ക് ഹിദായത്ത് തന്നു. എത്രയോ ബുദ്ധിയുള്ളവർക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുത്തിട്ടില്ലല്ലോ. എത്രയോ പണ്ഡിതന്മാർക്ക് അള്ളാഹു തആല സന്മാർഗം കൊടുത്തിട്ടില്ലല്ലോ. അറിവുണ്ടായിട്ടെന്ന കാര്യം. എത്രയോ സമ്പന്നന്മാർക്ക് അള്ളാഹു തആല നന്ദി ചെയ്യാനുള്ള ബോധം കൊടുത്തിട്ടില്ലല്ലോ. അപ്പം എന്താ, അള്ളാഹു തആല എനിക്ക് വഹി അറിയിച്ച് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഹിദായത്തിലായി. പിഴച്ചതോ അത് ഞാൻ എൻ്റെ സ്വന്തം നഫ്സിൽ നിന്ന് തന്നെ, നഫ്സിനെതിരായിട്ട് തന്നെയാണ് പിഴച്ചത്. അപ്പം നമ്മളിൽ വരുന്ന പിഴവുകൾ അള്ളാഹു നമ്മളെ പിഴപ്പിക്കുകയല്ല. നമ്മുടെ ചിന്തയുടെയും അറിവിൻ്റെയും നമ്മുടെ ശ്രദ്ധയുടെയും കുറവ് കൊണ്ടാണ് നമ്മൾ പിഴച്ചു പോകുന്നത്. ഹിദായത്തിലാവുന്നതാണെങ്കിലോ അള്ളാഹു തന്ന വഹി കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും ജീവിക്കുമ്പോഴാണ് ബിമാ യൂഹി ഇലയ്യ റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് വഹി അറിയിച്ചത് കൊണ്ടാണ് ഞാൻ ഹിദായത്തിലാകുന്നത്. ഇന്നഹു സമീഉൻ ഖരീബ്, അവനെല്ലാം കേൾക്കുന്നവനും സമീപസ്ഥനുമാണ്. നമ്മൾ എന്തു ചെയ്താലും നമ്മളെ സൂക്ഷ്മമായി കാണുന്ന അടുത്തുള്ളവനാണവൻ, എല്ലാം കേൾക്കുന്നവനുമാണ്. അതിനർത്ഥം അള്ളാഹു ഒക്കെ ഇവിടെ ഇങ്ങനെ കല്ലിലും തുരുമ്പിലും മുള്ളിലും ചെടികളിലും അള്ളാഹു ഉണ്ട് എന്നല്ല. അള്ളാഹു ഉന്നതങ്ങളിലാണെങ്കിലും എൻ്റെ വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ജീവനാഡിയേക്കാളും ഞാൻ മനുഷ്യനോട് അടുത്തവനാണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഓരോ ഉച്ഛ്വാസങ്ങളും ചലനങ്ങളും നാഡിമിടിപ്പുകളും വിചാരങ്ങളും അടുത്തറിയുന്നവനാണവൻ. എല്ലാം കേൾക്കുന്നവനും അടുത്തവനുമാണ് എൻ്റെ റബ്ബ്. അവൻ എനിക്ക് ഹിദായത്ത് നൽകുന്നതിനനുസരിച്ചാണ് ഞാൻ ഹിദായത്തിലായത്. ഞാൻ പിഴക്കുന്നതോ പഠിച്ചവൻ്റെ ഹിദായത്ത് കിട്ടുന്നില്ല. നമ്മളെ മനസ്സ് തെറ്റിപ്പോയാൽ നമ്മൾ പിഴക്കുന്നു. അതാണ് അത് പറയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പിഴക്കുന്നുണ്ടെങ്കിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നന്നാവുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഹിദായത്ത് നിങ്ങൾ കേട്ട് വഹി കേട്ട് പഠിച്ച് മനസ്സിലാക്കണം, എന്നാലേ നന്നാവുള്ളൂ. ഒലവുത്തറ, അപ്പോൾ അങ്ങനെയും മനുഷ്യൻ്റെ ഒരു സ്വന്തത്തിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പരലോകത്തിലേക്ക് വരാം. ഒലവുത്തറ നബിയെ താങ്കൾ കാണുകയായിരുന്നെങ്കിൽ, ഇത് ഫസിഉ, അവർ ഭയപ്പെടുന്ന സന്ദർഭം. ആ കുറ്റവാളികൾ ഫസിഅ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു, പേടിച്ചു എന്ന്. അവർ പേടിക്കുന്ന ആ നേരം, ആ അവസരം നിങ്ങൾ കാണുകയാണെങ്കിൽ, അവരെപ്പോഴാണ് പേടിക്കൽ? അള്ളാഹുവിൻ്റെ ഹീന റഔ അൽ അദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷ കാണുമ്പോൾ. അമ്പിയാക്കന്മാർ പഠിപ്പിച്ചു, അമ്പിയാക്കന്മാരുടെ ദഅവത്ത് മറ്റുള്ളവരിൽ നിന്ന് കേട്ടു കണ്ട് പഠിച്ചു. എന്നിട്ട് അതൊന്നും സ്വീകരിക്കാതെ ഞാൻ പിഴച്ചു പോയല്ലോ, എൻ്റെ മുമ്പിൽ നരകമാണല്ലോ എന്ന് കണ്ട് ഭയപ്പെടുന്ന സന്ദർഭം. അതാവലു ഉത്തറ, നീ കാണുകയാണെങ്കിൽ, ഇത് ഫസിഉ, അവർ ഭയപ്പെടുന്ന സന്ദർഭത്തിൽ, ഫലാ ഫൗത, അവന് രക്ഷപ്പെടാൻ പറ്റില്ല പരലോകത്ത്. അത് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ പേടിച്ച് രക്ഷപ്പെടണം. മരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റില്ല. ആ ഒരവസ്ഥ നീ കാണുകയാണെങ്കിൽ അത് വളരെ ദയനീയമായിരിക്കും, അല്ലെങ്കിൽ ഭീകരമായിരിക്കും. ലഅല്ലി റബ്ബിർജിഊനി,
ലഅല്ലി അഅ്മലു സാലിഹ, റബ്ബേ എന്നെ നീ ജീവിതത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു അയക്കണം, ഞാൻ നല്ലത് ചെയ്തു കൊള്ളാം എന്ന് പറയുകയും എന്നാൽ ഒരിക്കലും തിരിച്ചു പോരാൻ പറ്റാത്ത വിധത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ മുന്നിൽ കാണുകയും ചെയ്യുന്ന ആ സമയത്ത് പാപ്പികളിലുണ്ടാകുന്ന നിരാശ വളരെ വലിയതായിരിക്കും. വലൗതറ, നീ കാണുകയാണെങ്കിൽ, ഇത് ഫസിയ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു പേടിച്ചു എന്നാണ്. അവർ പേടിക്കുന്ന സമയം, ഫലാഫൗത്ത, അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരവസരവും ഇല്ല. വലാത്തഹീന മനാസ്, ആ സന്ദർഭം രക്ഷപ്പെടുന്ന സമയമല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതെന്നാണ് ഫലാഫൗത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് ഊരിച്ചാടി പോകാൻ പറ്റാത്ത ഒരവസ്ഥ നീ കാണുകയാണെങ്കിൽ, വ ഉഖിദൂ, അവർ പിടിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭം. ഇത് ഫസിയു, അവർ ഭയപ്പെടുന്നു. വ ഉഖിദൂ, അവർ പിടികൂടപ്പെടും. മിൻ മക്കാനിൻ ഖരീബ്, അടുത്ത ഒരു സ്ഥലത്ത് നിന്ന്. ശിക്ഷ അവരുടെ തൊട്ട് മുമ്പിലാണ്. ആ തൊട്ട് മുമ്പിലുള്ള ആ അടുത്ത ശിക്ഷയിൽ ആ സ്ഥലത്തുനിന്ന് അവരെ പിടികൂടും അള്ളാഹുവിൻ്റെ മലക്കുകൾ ശിക്ഷിക്കാൻ വേണ്ടി. അങ്ങനത്തെ ഒരവസ്ഥ നീ കാണുകയാണെങ്കിൽ അതൊരു വല്ലാത്ത ദയനീയവും ഭീകരവുമായ കാഴ്ചയാണ്. ആ കാഴ്ച കാണാൻ നിൽക്കണ്ട, നേരത്തെ തന്നെ രക്ഷപ്പെടാൻ നോക്ക് എന്നർത്ഥം. വഖാലു, അപ്പോൾ അവർ പറയുകയും ചെയ്യുന്ന, അവർ പേടിച്ച് എല്ലാ ഭാഗത്തു നിന്നുകൂടി അടുത്ത സ്ഥലത്ത് നിന്ന് നരകത്തിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോയി പിടികൂടപ്പെടുമ്പോൾ അവർ പറയും, ആമന്നാ ബിഹി, ഇതിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഈ ദീനിൽ വിശ്വസിച്ചു, അല്ലെങ്കിൽ ഈ പ്രവാചകനിൽ വിശ്വസിച്ചു എന്നൊക്കെ അവർ പറയും. ആമന്നാ ബിഹി, ഇതിനെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് അപ്പം പറയും. അതുകൊണ്ട് കാര്യമില്ലല്ലോ, അപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് വഅന്നാ ലഹും അത്തനാവുസ്, എങ്ങനെയാണ് ആ വിശ്വാസം അവർക്ക് നേടിയെടുക്കാനാവുക? വിശ്വസിക്കേണ്ട സമയത്ത് വിശ്വസിക്കുകയും കർമ്മം ചെയ്യേണ്ട ജീവിതത്തിൽ ദുന്യാവിൽ കർമ്മം ചെയ്യാതിരിക്കുകയും ചെയ്ത് അവസാനം കർമ്മങ്ങളുടെ ദുരന്തഫലം കാണുമ്പോൾ ആമന്നാ ബിഹി, ഞങ്ങളിതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അള്ളാഹു ചോദിക്കുക, അന്നാ ലഹു തനാവുസ്, ആ വിശ്വാസം അവർക്ക് എങ്ങനെയാണ് നേടിയെടുക്കുക? തനാവശ എന്ന് പറഞ്ഞാൽ അവർ കരസ്ഥമാക്കി നേടി, തനാവല, ആ വിശ്വാസം കൈകാര്യം ചെയ്യാൻ കഴിയുക. വിശ്വാസം നേടിയെടുക്കേണ്ടത് പ്രവാചകന്മാരിൽ നിന്ന് അവർ പഠിപ്പിച്ച കാര്യങ്ങളനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. പരലോകത്ത് ജീവിതമല്ല, കർമ്മത്തിൻ്റെ കാലമല്ല. അതാണ് പരലോകം എന്ന് പറയുന്നത്. പിന്നെ ദാറു അമലാണ്. ഇഹലോകം ദാറു അമലാണ്, അതായത് കർമ്മത്തിൻ്റെ നാടാണ് ഇഹലോകം. നേരെ മറിച്ച് പരലോകം എടുത്ത പണിയുടെ കൂലി കിട്ടുന്ന ദാറു ജസാ, ദാറു അജ്ർ, അതിന് കൂലി തരുന്ന സമയമാണ്. കൂലി തരേണ്ട നേരത്ത് കൂലി തരൂല എന്ന് പറഞ്ഞാൽ 5 മണി 6 മണിയായിട്ട് നീ കൂലി തരൂല, നീ പണിയെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ ഞാൻ ഇനി രാത്രി പണിയെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് പറ്റൂല്ലോ. പരലോകത്ത് ഞാൻ ഇവിടെ നിന്നാണ്ട് ജോലി ചെയ്തോളാം എന്ന് പറയാൻ അവിടെ ജോലിയുടെ കാലമല്ല. വഅന്നാ ലഹും അത്തനാവുസ്, എങ്ങനെയാണ് ആ വിശ്വാസം അവർക്ക്, ആമന്നാബി വിശ്വസിക്കാന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് മിൻ മക്കാനിൻ ബഈദ്, വിദൂര സ്ഥലത്ത് നിന്ന്. വിശ്വാസം നേടിയെടുക്കേണ്ട സ്ഥലം അത് വിദൂരത്താണ്, അത് അടുത്തല്ല, അത് കഴിഞ്ഞുപോയി. അവിടുന്ന് എങ്ങനെയാണ് അവർക്ക് വിശ്വാസം നേടിയെടുക്കാൻ കഴിയുക? അത് വേറെ ലോകത്തെത്തിയല്ലോ അവരെ, അവിടെ പറ്റൂല. വഖദ് കഫറു, അവർ നിഷേധിച്ചവരായിരുന്നുവല്ലോ, ബിഹി, ഈ ദീനിനെ, മിൻ ഖബ്ലു, ഇതിൻ്റെ മുമ്പ് ദീനൊക്കെ നിഷേധിച്ച് അള്ളയും വേണ്ട റസൂലും വേണ്ട നന്മയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചവരല്ലേ, നിഷേധികളായി ജീവിച്ചവരല്ലേ. അതിൻ്റെ ശിക്ഷ കാണുമ്പോൾ എങ്ങനെയാണ് ആമന്നാബി എന്ന് പറയാം? എങ്ങനെയാണ് അവർക്ക് ആ വിശ്വാസം നേടിയെടുക്കാൻ കഴിയുക? വയഖ്ദിഫൂന ബിൽ ഗൈബി, അവർ ഗൈബിന് മിൻ മക്കാനിൻ ബഈദ്, അവർ ദൂര സ്ഥലത്ത് നിന്ന് ഗൈബ്, അത് അദൃശ്യമായിട്ട് ആ ബാത്തിലിനെ
തള്ളിക്കളയുകയായിരുന്നുവല്ല. ഗൈബ്, ഗൈബാണ് ഈ ആഖിറം. ആഖിറം ഗൈബാണ്, സ്വർഗം ഗൈബാണ്, നരകം ഗൈബാണ്, സിറാത്തും ജന്നത്തും ഒക്കെ ഗൈബാണ്. ഈ ഗൈബിനെ അവർ തള്ളി എറിഞ്ഞാട്ടുകയായിരുന്നു. അങ്ങനത്തെ ഒരു ഗൈബ് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് മുമ്പ് കണ്ട ജീവിത സുഖം മതി, ഇപ്പം ഇവിടെ കിട്ടുന്നത് മതി, ഇനി നാളെ വരാൻ പോകേണ്ടതൊന്നും വേണ്ട. അങ്ങനെ യഖ്ദിഫൂന ബിൽ ഗൈബി, അവർ മിൻ മക്കാനിൻ ബഈദ്, ദൂരെയുള്ള സ്ഥലത്ത് നിന്ന്, ദുനിയാവിൽ നിന്ന് അദൃശ്യകാര്യങ്ങളിലെ അവർ തള്ളി എറിഞ്ഞു നീക്കുകയായിരുന്നു. അതാണ് അല്ലാഹു തആല വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഗൈബിൽ വിശ്വസിക്കണം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിക്കണം. നാളെ പരലോകത്ത് ഇവിടുന്ന് നേരെ ജീവിച്ചിട്ടില്ലെങ്കിൽ ഇന്ന ഇന്ന ശിക്ഷകളുണ്ട്, ഇന്ന ഇന്ന നന്മകളുണ്ട്, അത് വിശ്വസിച്ച് ജീവിക്കണം. അതിനവർ എറിയാണ്, അത് എറിഞ്ഞു കളഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗൈബും വേണ്ട, പരലോകം വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്വർഗവും വേണ്ട, നരകവും വേണ്ട. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഇത് നേടിയെടുക്കാൻ കഴിയുക? അവർ ദുന്യാവിൽ അങ്ങനെയായിരുന്നല്ലോ. ആ ഖദ്ഫുൽ മുഹ്സനാത്ത് എന്ന് പറഞ്ഞ അതേ പദം തന്നെ. മുഹ്സനായ വിശുദ്ധകളായ സ്ത്രീകളെ എറിയുക എന്ന് പറഞ്ഞാൽ ആരോപണം എറിയുക, ആരോപണം കൊണ്ട് എറിയുക, അതാണല്ലോ ഖദ്ഫ്. എർമൂന എന്നുള്ള വാക്കും അത് തന്നെയാണ്. റമ എന്ന് പറഞ്ഞാലും എറിഞ്ഞു, ഖദഫ എന്ന് പറഞ്ഞാലും എറിഞ്ഞു, രണ്ടാണ്. അത് രണ്ടും ഉദ്ദേശിക്കുന്നത് പിന്നെ ആരോപണ എന്താണ്, കല്ലെറിയുക എന്നറിയില്ല. വെറുതെ അത്ര ആ ആളുകളെ നമ്മൾ കല്ലെറിയണ്ട എന്ന് പറഞ്ഞാൽ കല്ലെടുത്ത് എറിയുക എന്നുള്ളതല്ല, ആക്ഷേപിക്കണ്ട എന്നാണ്. അപ്പോൾ ആക്ഷേപിക്കുക എന്നതിനും ഖദഫ എന്ന വാക്ക് പറയലുണ്ട്. അതുപോലെ തന്നെ പിന്നെ ശരിക്ക് കല്ലെടുത്ത് എറിയണീന്. ഇപ്പോൾ ജംറയിൽ എറിയുക എന്നുള്ളത് കല്ലെടുത്ത് എറിയൽ തന്നെയാണ്. മറ്റേത് തള്ളിക്കളയുക, എറിഞ്ഞാട്ടുക എന്നുള്ളതിനും ഖദഫ എന്ന് പറയലുണ്ട്. തള്ളിക്കളയുക എന്നുള്ള ആണ്, വലിച്ചെറിയുക എന്നുള്ളതിന്. അത് നബദ എന്നും വേറെ അർത്ഥമുണ്ട്. നബദ, നബദു വറാഅഹും എന്ന് പറഞ്ഞല്ലോ, അതാണ്. അതാ ഓരോരോ സന്ദർഭത്തിനനുസരിച്ച് ഏറിൻ്റെ സ്വഭാവം മാറും എന്നതാണ്. നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് നമ്മളൊരു കീറക്കള്ളാസ് മോശമുള്ളത് ചുരുട്ടി എറിയുക എന്ന് പറഞ്ഞ പോലെ ദീനിനെ നമ്മൾ ചുരുട്ടി വലിച്ചെറിയുക, ഒയ്ബ് നമ്മൾ ചുരുട്ടി പറയുക, അങ്ങനെ സ്വർഗവുമില്ല നരകവുമില്ല, അതിനാണ്ട് ഒഴിവാക്കുക. ഈ മക്കാനും ബഈദ് പറഞ്ഞാൽ ആ ദൂരസ്ഥലത്ത് നിന്ന് എന്ന് പറയുമ്പോൾ അതാ പിന്നെ അത് ചെയ്യാനൊക്കെ കഴിവുണ്ടായിരുന്ന ഒരു ഇഹലോകം ഉണ്ടാവുമല്ലോ, അവിടുന്ന് ആ ഒയ്ബിനെ അവർ തള്ളിക്കളഞ്ഞു. എന്നിട്ട് വഹീല ബൈനും, ഹാല മറയിട്ടു എന്നാണ്. ഹാല എന്ന് പറഞ്ഞാൽ ഹാല് സ്ഥിതി എന്നൊരർത്ഥമുണ്ട്. ഇവിടെ ഹാല എന്ന് പറഞ്ഞാൽ മറയിട്ടു, ബൈനഹും അവർക്കിടയിലും, വബൈനമായസ്തഹൂൻ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കിടയിലും. അവർ വിചാരിച്ചിരുന്നത് പരലോകത്തും എനിക്ക് ഈ സമ്പത്തും മക്കളും ഈ സുഖജീവിതമൊക്കെ ഉണ്ടാവും, ഞാനും അവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെയും അവരുടെയും ഇടയിൽ ഒരു മറയിട്ടു. ആഗ്രഹത്തിലേക്ക് അവർ എത്തിച്ചേരൂല, അതുകൊണ്ട് അവർക്ക് എത്താൻ കഴിയില്ല. വഹീല ബൈനഹും വബൈനമായസ്തഹൂൻ അവർ ആഗ്രഹിക്കുന്ന ആ സുഖങ്ങളും സന്തോഷങ്ങളും മക്കളും സമ്പത്തും അവൻ്റെ തൊഴിലാളികളും സൈന്യങ്ങളും അതൊക്കെയാണ് അവരാഗ്രഹിച്ച് ജീവിച്ചത്. അതൊന്നും ഉണ്ടാവില്ല, മക്കളും രക്ഷിക്കാനുണ്ടാവില്ല, സൈന്യങ്ങളുണ്ടാവില്ല, പൈലറ്റുമാരുണ്ടാവില്ല, അവർ ഒറ്റയാകും. നമ്മളൊക്കെ ഒറ്റയായി ജീവിക്കേണ്ട ഒരവസ്ഥ വരും. അതാണ് അവർ ആഗ്രഹിച്ചിരുന്ന. സുയ്യിന ലിന്നാസി ഹുബ്ബുശ്ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനദ് ദഹബി വൽ ഫില്ലത്തി വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ ഹർസ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ പറ്റി അള്ളാഹു പറഞ്ഞത് അതാണ്. ജനങ്ങൾക്ക് ഇസ്തഹൂ എന്ന് പറഞ്ഞല്ലോ, ശഹവാത്തുകൾ നല്ല ഭംഗിയായി തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. മിനൽ ബനീൻ മക്കൾ, മിനൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനദ് ദഹബി വൽ ഫില്ല, വെള്ളിയുടെയും സ്വർണങ്ങളുടെയും ശേഖരങ്ങൾ എന്ന് പറഞ്ഞ സമ്പത്ത്. വൽ ഖൈലിൽ മുസവമത്തി, നല്ല നല്ല വണ്ടികൾ. ഖൈലുൽ മുസവമത്ത് എന്ന് പറഞ്ഞാൽ അടയാളം വെക്കപ്പെട്ട കുതിരകൾ എന്നാണ്. അന്നത്തെ ബെൻസാണ് കുതിര. വൽ ഖൈലിൽ മുസവമ അല്ല, നല്ല നല്ല വാഹനങ്ങൾ. വൽ അൻആമ് ആടുമാടുകൾ. പിന്നെ വൽ ഹർസ് കൃഷിയിടങ്ങൾ, നല്ല വലിയ വലിയ തോട്ടങ്ങൾ, എസ്റ്റേറ്റുകൾ.
ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ആഗ്രഹം. അതൊക്കെ മനുഷ്യനല്ല കൊടുത്ത നിഅമത്താണ്. നിങ്ങളത് പുടുപ്പതും അതനുസരിച്ച് ജീവിക്കാനും അല്ല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒക്കെ ചെയ്തോളി, നല്ലോണം തിന്നു കുടിച്ച് ആസ്വദിച്ചു കൊള്ളുക, പക്ഷേ പടച്ചവനെ മറക്കരുത്. ഇത്രയേ ഉള്ളൂ. ആ സന്തോഷങ്ങൾ നിലനിൽക്കും എന്നാഗ്രഹിച്ച് മരിച്ചു പോയവർക്കാണ് ഈ ശഹവത്ത്, ആ ശഹവാത്തുകളായി അവരാഗ്രഹിക്കുന്ന എല്ലാത്തിൻ്റെയും ഇടയിൽ മറയിടും. അവരൊറ്റക്ക് കാണും, ബാക്കിയുള്ളതൊക്കെ വേറെ എവിടെ പോയി കഴിഞ്ഞു. അതാണ് കമാ ഫുഇല ബി അശ്യാഇഹിം മിൻ ഖബൽ, ഇതിൻ്റെ മുമ്പ് അവരുടെ മറ്റു സമുദായങ്ങളെ കൊണ്ട് ചെയ്യപ്പെട്ട പോലെ ഇവർക്കും ഇവരുടെ മുമ്പ് അസിയാ എന്ന് പറഞ്ഞാൽ സീഅത്ത് വിഭാഗം, സീഅത്ത് എന്ന് പറഞ്ഞാൽ വിഭാഗം എന്ന, അതിൽ നിന്നാണ് ഷിയാക്കൾ, ഷിയത്തു അലി, അലിയുടെ വിഭാഗം എന്നുള്ള ആ പദപ്രയോഗം സിയാക്കൾ വന്നത്. ഷിയത്ത് എന്ന് പറഞ്ഞാൽ സംഘം, വിഭാഗം, ജനവിഭാഗം എന്നൊക്കെയാണ്. കക്ഷികൾ, അതിനൊക്കെയാണ് പറയാം, കക്ഷികൾ. അപ്പോൾ കമാ ഫുഇല ബി അശ്യാഇഹിം മിൻ ഖബൽ, ഇവർക്ക് മുമ്പ് ഈ ഖുർആനിൻ്റെ സംബോധിതരായ പ്രവാചകൻ്റെ ശത്രുക്കളായ ഈ ഖുറൈശികളും മുശ്രിക്കീങ്ങളുമായ ആളുകൾക്ക് മുമ്പ് പല കക്ഷികളെ, അവരുടെ പല കക്ഷികളെയും കൊണ്ട് എന്ത് അല്ലാഹു തആല ചെയ്തുവോ അതാ ചെയ്യപ്പെട്ടു എന്നാ. അവരെക്കൊണ്ട് എന്തൊക്കെ ഈ ഇഹലോകത്ത് ചെയ്യപ്പെട്ടുവോ അതുപോലെ ഇവരെ കൊണ്ടും അല്ലാഹു തആല ചെയ്യും. ഇന്നഹും കാനൂ ഫീ ശക്കിൻ മുരീബ്. ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ ഖുറൈശികൾക്ക് നമുക്ക് മനസ്സിലാവുന്നതിനേക്കാളും മനസ്സിലാവും. ഖുർആൻ കേൾക്കേണ്ട ആളുകൾക്ക് ഈ അവരുടെ മുമ്പുള്ളവരെ കൊണ്ട് ചെയ്യപ്പെട്ടതുപോലെ അവരെ കൊണ്ടും ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ വാക്കർത്ഥം നമ്മളിങ്ങനെ മനസ്സിലാക്കിയിട്ട് അവിടെ ഇരിക്കണേ ഉള്ളൂ. പക്ഷേ ഖുർആനിൻ്റെ സംബോധിതർക്കറിയാം മുഹമ്മദ് നബിക്ക് മുമ്പ് ഇറങ്ങിയ സമുദായമാണ് ആ ചാവുകടലിൽ ചത്തുകിടക്കുന്ന കടലിലുള്ളത്. അതിൻ്റെ ചുവട്ട് അള്ളാഹു നശിപ്പിച്ചവരാണ്. അത് അറബികൾക്കറിയാം. ഓലെ രാക്കഥകളിൽ പറഞ്ഞിരുന്നതാണ്. ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തിനെ നശിപ്പിച്ച കഥകൾ. അവർ നടന്നു പോകുമ്പോൾ മദീനത്തു നിന്ന് കുറച്ചാണ്ട് വിട്ടുപോയാൽ അവിടെ തബൂക്കിൽ വലിയ കൊട്ടാരങ്ങൾ, മണ്ണിലും കല്ലിലും ഉണ്ടാക്കിയ കൊട്ടാരങ്ങൾ അവർ കാണുന്നുണ്ട്. അവർ പറയും പണ്ടൊരു നബി ഉണ്ടായിരുന്നു, ആ നബിനെ ധിക്കരിച്ചത് കൊണ്ട് അവരല്ലാഹു തആല നശിപ്പിച്ചതാണെന്ന് അവർക്കറിയാം. അതുപോലെ അപ്പുറത്ത് യമനിൻ്റെ ഭാഗത്തേക്കാണ് ചെന്നാൽ അഹ്ഖാഫ് മലകളിൽ ഒരുപാട് നബിമാരുടെ സമൂഹത്തെ നശിപ്പിച്ച അനുഭവങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായത് ആദ് സമൂഹമാണ്. ഏറ്റവും പ്രിമിറ്റീവ് അറബികളായ ആദ് സമൂഹത്തെ, ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെ നശിപ്പിച്ചു. അതും അഹ്ഖാഫ് മലയുടെ താഴ്വരയിൽ കൂടി നടന്നു പോകുന്ന അറബികൾക്കറിയാം യമനിലേക്ക് പോകുമ്പോൾ ഇവരൊക്കെ ആ നശിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അവരുടെ സമ്പത്ത് ഉപകരിച്ചില്ലല്ലോ. കം തറക്കൂ മിൻ ജന്നാത്തിൻ വഅയൂൻ വസ്റോയിൻ. അവർക്കറിയാം യമനിക്ക് പോകുമ്പോൾ അതായത് സബയിലുണ്ടായിരുന്ന വലിയ 2 തോട്ടങ്ങൾ, ഇടത്തും വലത്തും ഉണ്ടായിരുന്ന വലിയ 2 തോട്ടങ്ങളെ മഹാപ്രളയം വന്ന് നശിച്ചിട്ട് അവസാനം ആ തോട്ടം വരണ്ട് കിടക്കുന്ന മുള്ളു വൃക്ഷങ്ങളും ഏതാനും വാഗമരങ്ങളും മാത്രം ബാക്കിയായി കിടക്കുന്ന തോട്ടങ്ങൾ യമനിലേക്ക് പോകുമ്പോൾ അവർ കാണാറുണ്ട്. അപ്പോൾ ഓലക്കൊണ്ടൊക്കെ മുമ്പുള്ള സമുദായങ്ങളെ കൊണ്ട്, അസിയാകളെ കൊണ്ട് കമാ ഫുഇല ബി അശ്യാഇഹിം മിൻ ഖബൽ, ഇവർക്ക് മുമ്പ് ആ സമുദായങ്ങളെ കൊണ്ട് ചെയ്തത് എന്താണ് എന്ന് അവർക്ക് അറിയാം. അത് നിങ്ങളെ കൊണ്ടും ചെയ്യും. അപ്പോൾ അവർക്ക് വേഗം മനസ്സിലാവും. നമുക്ക് മനസ്സിലായതിനേക്കാളും കൂടുതൽ അവരനുഭവസ്ഥന്മാരാണ്. അതാണ് ഇന്നഹും കാനൂ ഫീ ശക്കിൻ മുരീബ്. അവർ വല്ലാത്ത സംശയത്തിലായിരുന്നു. ശക്ക് എന്ന് പറഞ്ഞാൽ തന്നെ സംശയമാണ്. മുരീബ് എന്ന് പറഞ്ഞാൽ അവരെ ആഴത്തിലേക്ക് വീഴ്ത്തുന്ന, സംശയത്തിൻ്റെ ആഴത്തിലേക്ക് വീഴ്ത്തുന്ന തരത്തിലുള്ള ശക്കിലായിരുന്നു അവർ. ഈ പ്രവാചകന്മാർ ശരിയാണോ, എന്താണ് നമ്മൾ സ്വീകരിക്കണോ, അങ്ങനെ യക്കച്ചങ്ക എന്ന് പറയില്ല, ആ യക്കച്ചങ്കയിലായിരുന്നു അവർ ജീവിച്ചത്. അതുകൊണ്ട് യഖീനുണ്ടായിരുന്നില്ല, ഈമാനും യഖീനും ഉണ്ടായില്ല. അതുകൊണ്ട് അവരും പേച്ചു, അതുപോലെ ഇവരും പേക്കും എന്നിങ്ങനെ പരലോകത്ത് വരുന്ന അവസാനത്തെ ആ ഇഖാബുല്ലയിൽ അവസാനിപ്പിക്കുന്നു
കുറേ വിഷയങ്ങൾ പറഞ്ഞ് സൂറത്തു സബ എന്ന് പറയുന്നത് യമനിലുള്ള ഒരു ഗോത്രത്തിൻ്റെയും ആ ഗോത്ര സമൂഹം ജീവിച്ചിരുന്ന ആ പിന്നെ മഅ്റബ് എന്നൊക്കെ പറയുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സൂറത്തിൻ്റെ പേരെങ്കിലും അവരുടെ ചരിത്രവും ഉണ്ട്, വേറെ കുറേ കാര്യങ്ങളുമുണ്ട്. ഇനി നമ്മൾ അടുത്ത സൂറത്തിലേക്കാണ് പോവുക. സൂറത്തു ഫാത്തിർ. ഫത്തറ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് മുൻ മാതൃകയില്ലാതെ ഉണ്ടാക്കിയത് ഫത്തറ എന്ന് പറഞ്ഞാൽ. ഫത്തറ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു എന്നൊരർത്ഥമുണ്ട്. ബദീ ആണ് ഫാത്തിർ എന്ന് പറഞ്ഞത്. ബദിഉ സമാവാതി വൽ അർളി. നമുക്കൊക്കെ പലതും ഉണ്ടാക്കാൻ കഴിയും. എന്ത് വേണം? അതിൻ്റെ മോഡൽ വേണം. മോഡൽ ഉണ്ടായാൽ നമുക്കുണ്ടാക്കാം. നമ്മളിപ്പോൾ പിന്നെ സൂര്യൻ്റെ മോഡൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എന്തിലെങ്കിലൊക്കെ. ചന്ദ്രൻ്റെ മോഡൽ നമുക്ക് ഉണ്ടാക്കാം. പ്രപഞ്ചത്തിൻ്റെ നല്ല മരങ്ങളും മലകളും ഉള്ള ഈ നല്ല മേടുകളുടെ മോഡലുകൾ നമുക്ക് ഉണ്ടാക്കാം. പഠിച്ചുണ്ടാക്കി വെച്ചതിനെ നമുക്ക് ഇമിറ്റേഷൻ നടത്തിയിട്ട് അതൊക്കെ ലോകത്തൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇത് അല്ലാഹു തആല യാതൊരു മുൻ മാതൃകയുമില്ലാതെ സൃഷ്ടിച്ചു. ഫത്തറ എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ സൃഷ്ടിച്ചു എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഖലഖ എന്ന് പറഞ്ഞാലും സൃഷ്ടിച്ചു എന്നാണ്. ഖലഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണും പിന്നെ വെള്ളവും മറ്റു വസ്തുക്കളൊക്കെ കൂടി അസംബിൾ ചെയ്തിട്ട് കൂട്ടിഘടിപ്പിച്ചിട്ട് ഒരു പുതിയ സൃഷ്ടിയെ ഉണ്ടാക്കുന്നതിനാണ് ഖലഖ എന്ന് പറയാം. കുറേ വസ്തുക്കളെ നമ്മൾ കുറേ പാർട്സുകൾ എടുത്ത് അത് പരസ്പരം കൂട്ടി അസംബിൾ ചെയ്ത് അതിനെ ഉണ്ടാക്കുന്നതിന് ഖലഖ എന്നാണ് പറയാം. നേരെ മറിച്ച് ഫത്തറ എന്ന് പറഞ്ഞാൽ വേറൊരു മാതൃകയില്ലാതെ പുതിയതായി ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയാം, പിന്നെ ഫത്തറ എന്ന് പറയാം. അതാണ് അല്ലാഹു തആല ഫാത്തിരി സമാവാതി വൽ അർളി, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ എന്ന് പറയുന്നത്. ഇതിന് പൊട്ടിച്ചു എന്നുള്ളതുണ്ട്. അതാ ബ്രേക്കിംഗ് ഉണ്ട്, പൊട്ടിക്കാം. ഫത്തൂർ എന്ന് പറഞ്ഞാൽ അതാണ് പൊട്ടിക്കുക. അതിൻ്റെയും ഒരു പിന്നെ അതും എങ്ങനെ സൃഷ്ടിക്കുക എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, ഒരു പുതിയ സാധനം ഉണ്ടായല്ലോ. നമ്മൾ നോമ്പ് ചെയ്യുന്നു, ആ നാമോണ്ട് പൊട്ടിച്ചപ്പോൾ വേറൊരു അവസ്ഥ ഉണ്ടാക്കി. അങ്ങനെയായിരിക്കും ആ പദം വരുന്നത്. ഈ മൂന്നക്ഷരത്തിൽ നിന്ന് ഫുത്തർ എന്ന് പറയും. ഫുത്തർ, മഷ്റൂമിന് ഫുത്തർ എന്നാണ് പറയുക അറബി ഭാഷയിൽ. മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കൂണ് ഫുത്തർ എന്ന് പറയാം. അതെന്താ? പറമ്പിലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റും മഴയൊക്കെ വന്ന് ഒരു ഇടിയൊക്കെ വെട്ടി പെട്ടെന്ന് അവിടെ നിന്ന് കണ്ട് എന്തൊക്കെ ഉണ്ടായി. പിന്നെ അങ്ങനെ വെളുത്ത് നല്ല തണ്ടുമേൽ നിൽക്കുന്ന കൂണുകൾ പെട്ടെന്ന് ഭൂമി പിളർത്തി കൊണ്ട് പൊട്ടിയുണ്ടായി എന്നാണ് ഫത്തറ എന്നാണ്. പൊട്ടിയുണ്ടായി എന്നാണ്. പണ്ട് അവിടെ നമ്മൾ കുഴിച്ചിട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു സാധനം പണ്ട് കണ്ടിട്ടില്ല. പെട്ടെന്ന് അതാണ്ട് വിരിഞ്ഞ് പല തരത്തിലും അത്ഭുതകരമായ കൂണുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് കൂണിന് ഫുത്തർ എന്നാണ് പറയാം. ഫുത്തർ എന്ന് പറഞ്ഞാൽ മഷ്റൂം, കൂണ്. അപ്പോൾ ഫത്തറ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മളെ ആ ഫാസ്റ്റിംഗ് ആണ് പൊട്ടിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതിനും ആ ഒരു അർത്ഥമാണ് ഫത്തറ എന്ന് പറയാം. ഇവിടെ ഫാത്തിർ എന്ന് പറയണമെങ്കിൽ മുൻ മാതൃക, ബദിഉ സമാവാതി വൽ അർദ്, അതിനാണ് ബദീ, മുൻ മാതൃകയില്ലാതെ ഉണ്ടാക്കുന്നവൻ. ബിദ്അത്ത് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. എന്താ ബിദ്അത്ത് പറഞ്ഞാൽ? മുൻ മാതൃക ഇല്ലാത്തൊരു സാധനം. ഇസ്ലാമിൽ ഒരു മാതൃകയില്ലാത്ത പ്രവാചകനിൽ നിന്നോ സഹാബികളിൽ നിന്നോ മാതൃകയില്ലാത്ത ഒരാചാരമാണ് ബിദ്അത്ത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് ബിദ്അത്താണ്. മൗലൂദ് ബിദ്അത്താണ്, മറ്റേ റാത്തീബ് ബിദ്അത്താണ്, ആ ചെയ്യൽ ജാറം ബിദ്അത്താണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അതിനൊരു മാതൃക ഇല്ല. അപ്പം മുൻ മാതൃകയില്ലാതെ പുതിയതായി ഓരോരുത്തരുണ്ടാക്കുന്നതാണ്. ഇപ്പം ഇങ്ങനെ പലതും പുതിയതായി വരികയാണല്ലോ. ഈ കൊല്ലം മൗലൂദ് ഇതിൽ ഒരു പുതിയ ബിദ്അത്തുണ്ടായി. എന്തെന്നത് അവലില്ല, അവല് കഴിഞ്ഞല്ലൊക്കെ ഉണ്ടായിക്കോളും. ഈ പ്രാവശ്യം ഉണ്ടായതെന്ന് വെച്ചാൽ മൗലൂദ് നിസ്കാരം, മീലാദ് നമസ്കാരം ഉത്തരേന്ത്യയിൽ ജനങ്ങളെ എല്ലാവരെയും കൂടി ഈ മുസല്ലയിലേക്ക്, അവരുടെ ഈദ്ഗാഹിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് മൗലൂദ് നമസ്കാരം നമസ്കരിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ ഒക്കെ അറിയാം.
ഒന്നുകൂടി ഉഷാറാക്കുക. അതാണ് നിങ്ങൾ മൗലൂദ് നടത്തിയത്, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയതല്ലേ, നമ്മളൊന്നുകൂടിയാണ് ഉഷാറാക്കിയിട്ട് അപ്പോൾ മറ്റോലും ഒന്നുകൂടി ഉഷാറാക്കി. അങ്ങനെയാണ് ഈ ഉഷാറാക്കി കണ്ടാണ് അവസാനം എന്തായത്, ഈ കൊടിയും തോരണങ്ങളും മാവേലിയും ഒക്കെ. നിങ്ങൾക്ക് മാവേലി ഉണ്ടായിരുന്നില്ല, നമുക്ക് മാവേലി ഉണ്ടായി. അപ്പോൾ ഒരു ഉഷാറായില്ല. അതിൽ ഒരാൾ കൂട്ടറിഞ്ഞ് അത് അതിൻ്റെ അപ്പുറത്ത് പിന്നെ നിൽക്കാരാണ്ട് തുടങ്ങി. ഇനി വേറെ എന്തൊക്കെ പഠിച്ചോന്നറിയാം വിദ്യാർത്ഥികൾ. അങ്ങനെ ഉണ്ടായി വരികയാണ്. അതാണ് മുൻ മാതൃകയില്ലാതെ ഉണ്ടാക്കുക. ആ പദം അങ്ങനെയാണ്. അതാണ് അള്ളാഹു തആല ബദീഉ സമാവാതി വൽ അർളി. കാരണം അള്ളാഹു ആണല്ലോ പണ്ടുപണ്ടേയുള്ള റബ്ബ് അള്ളാഹുവാണ്. അള്ളാഹുവിന് തുടക്കമില്ല, ആദിയില്ല, അനാദിയാണവൻ. അപ്പോൾ അതിൻ്റെ മുമ്പ് പിന്നെ ആരാ എന്തെങ്കിലും ഉണ്ടാക്കി കാണില്ല. അപ്പോൾ ഒരു മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ, അതാണ് ഫാത്തിർ. സൂറത്ത് ഫാത്തിർ, ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. ഏകദേശം സബയിലുള്ള ചരിത്ര സുലൈമാൻ നബി, ദാവൂദ് നബി അലൈഹി വസല്ലം, അതുപോലെ സബ പോലെയുള്ള ചരിത്രങ്ങളില്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ ആ സൂറത്തിൽ പറഞ്ഞ തൗഹീദ്, ആഖിറത്ത്, അള്ളാഹുവിൻ്റെ റിസ്ക് നൽകുക എന്നുള്ള മുതലുള്ള അള്ളാഹുവിൻ്റെ കഴിവുകളൊക്കെ വീണ്ടും ആവർത്തിക്കുന്ന ഒരു സൂറത്താണ്. അതുകൊണ്ട് പഠിക്കാൻ നല്ല എളുപ്പമാണ്. ഖുർആന് നമുക്ക് എളുപ്പമാണ്. വലിയ വിഷയത്തിൻ്റെ ആഴത്തിലുള്ള വിഷയമൊന്നുമല്ല, നമ്മൾ ആവർത്തിച്ച വിഷയം തന്നെയാണ്. അതിനുള്ള പദപ്രയോഗങ്ങളും ആവർത്തിച്ച് തന്നെ. ഒരു ആയത്തിൽ നമുക്കറിയാത്ത ഒരു വാക്കും ഉണ്ടാവില്ല. ഖുർആൻ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. എന്ത് വേണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഓതി നോക്കണം, കേട്ട് നോക്കണം, ഒന്നുകൂടി പഠിക്കാൻ ശ്രമിക്കണം എന്ന് അർത്ഥം. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർള് ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹതിൻ മസ്ന വസുലാസ വറുബാഅ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്കറിയാത്ത വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഫാത്തിരിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും. ഇനി ജാഇലിൽ മലായികത്തി, മലക്കുകളെ ഉണ്ടാക്കിയവൻ. ജഅല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി, സൃഷ്ടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. മലക്കുകളെ ഉണ്ടാക്കിയവൻ. റുസുലൻ, ഈ പിന്നെ മുർസലീങ്ങൾ, ദൂതന്മാരായിക്കൊണ്ട്. മലക്കുകളെ അള്ളാഹു തആല സൃഷ്ടിച്ചത് കുറേ ദൗത്യം നിർവഹിക്കാനാണ്. അമ്പിയാക്കന്മാർക്ക് വഹി കൊടുക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു തആല നിയോഗിച്ചു. മീകാഈലിനെ ഈ പ്രപഞ്ചത്തിൻ്റെ ചില കാര്യങ്ങൾ നിർവഹിക്കാൻ നിയോഗിച്ചു. അവർക്ക് റുസുലുകളാണ്. റുസുല് എന്ന് പറഞ്ഞാൽ ദൗത്യം, ദൂതന്മാർ. അതിനാണ് നബിമാരും മുർസലീങ്ങൾ, അള്ളാഹുവിൻ്റെ ദൗത്യം നിർവഹിക്കാൻ. അതുപോലെ ഇസ്രാഫീലിനെ വേറെ ചില ദൗത്യം നിർവഹിക്കാൻ, മലക്കുൽ മൗത്തിനെ കുറേ ദൗത്യം നിർവഹിക്കാൻ. ഇപ്പോൾ നമ്മളെ കൂടെ ഒരു പക്ഷേ ഈ ഒരു സദസ്സിൽ മലക്കുകളുണ്ടാകും. അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അത് പള്ളിയിൽ നമസ്കരിക്കുന്നവരെയും ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നവരെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോടൊപ്പം അതിൽ പങ്കുചേരാനും. ശത്രുക്കൾ കൂടുതലാകുകയും വിശ്വാസികൾ കുറയുകയും ചെയ്തപ്പോൾ വിശ്വാസികളെ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ അയച്ചിട്ടുണ്ട്. അപ്പോൾ പല ദൗത്യങ്ങളുമായും അള്ളാഹു തആല മലക്കുകളെ അയക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലേക്കും നമ്മൾ നടക്കുന്ന വഴിയിലേക്കും നമ്മൾ ജീവിക്കുന്ന ഇതിലേക്കൊക്കെ മലക്കുകളെ ദൂതന്മാരായി അള്ളാഹു പല ദൗത്യങ്ങളുമായി നിയോഗിച്ചയക്കുന്നുണ്ട്. അതാണ് ജാഇലിൽ മലായികത്തി റുസുലൻ. മലക്കുകൾ നമുക്കറിയാലോ, നേരത്തെ പള്ളിയിൽ വന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ വന്നാൽ മലക്കുകളെ അയച്ചിട്ട് അള്ളാഹു തആല അവർക്ക് ഓരോ പ്രതിഫലത്തിൻ്റെ വലിപ്പം, ഏറ്റവലിപ്പം അനുസരിച്ച് രേഖപ്പെടുത്തുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവുകളെ പറ്റി പലയിടത്തും അള്ളാഹു മഴ ഇറക്കുന്നു, കാറ്റിറക്കുന്നു, നിങ്ങൾക്ക് റിസ്ക് തരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പലയിടത്തും പറയാത്ത ഒരു കാര്യമാണ് മലക്കുകളെ അള്ളാഹു തആല എന്തിനും നിയോഗിക്കുന്നു എന്നുള്ളത്. പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അവരുടെ ചിറകുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. റുസുലൻ, മലക്കുകളെ അവന് നിയോഗിക്കുന്നു, റുസുലൻ, ദൂതന്മാരായിട്ട്. അപ്പോൾ എല്ലാ മലക്കുകൾക്കും മുഫസ്സിറുകൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ എണ്ണം കണക്കാക്കാൻ പറ്റാത്ത, അള്ളാഹുവിന് മാത്രം അറിയുന്ന എല്ലാ മലക്കുകൾക്കും
ഓരോരോ ദൗത്യം നിർവഹിക്കാനുണ്ട്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, നിങ്ങളെ ഓരോ മനുഷ്യനും ഒരു മലക്കിനെ അല്ലാഹു തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മനുഷ്യൻ്റെയും മലക്കുണ്ട്, അവൻ്റെ കാവൽക്കാരനായിട്ട്. അവൻ പിശാചിനെ വഴിപ്പെട്ട് നടക്കുകയാണെങ്കിൽ മലക്ക് അവന് രക്ഷ നൽകൂല, അല്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. എല്ലാ കാര്യത്തിനും മലക്കുകളുണ്ടെന്ന് നമ്മൾ ആമീൻ പറയുമ്പോൾ നമ്മുടെ കൂടെ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് എന്നത് സഹിയായ ഹദീസിലുണ്ട്. അപ്പോൾ റുസുലൻ ദൂതന്മാരായിക്കൊണ്ട് ഓരോ ദൂതൻ എന്ന് പറഞ്ഞാൽ ദൗത്യം, വിവിധങ്ങളായ ദൗത്യങ്ങൾ നൽകിക്കൊണ്ട് മലക്കുകളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് അല്ലാഹു. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനുമാണ്. ഉലി അജ്നിഹത്തിൻ, ജനാഹുകളുള്ള, ജനാഹ് എന്ന് പറഞ്ഞാൽ ചിറക് എന്ന, ചിറകുകളുള്ള മലക്കുകൾ. ഉലി എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്ന്. അവിടെ വാവുണ്ട്, ഊലി എന്ന് വായിക്കരുത്. ഉലായിക്കൻ്റെ അവിടെയും വാവുണ്ടല്ലോ, നമ്മൾ ഊലായിക്ക വായിക്കലില്ല. അതുപോലെ ഉലി എന്ന് പറഞ്ഞാൽ ഉള്ള എന്ന, എന്നുള്ള അർത്ഥത്തിലാണ്. ഉലി അജ്നിഹത്തിൻ, ജനാഹുകളുള്ള, ജനാഹ് ചിറക്, അതിൻ്റെ ബഹുവചനമാണ് അജ്നിഹത്ത്, ചിറകുകളുള്ള മലക്കുകൾ. മസന, അപ്പോൾ ആ ചിറക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പക്ഷിനെയും കാക്കനെയും പരുന്തിനെയും നോക്കേണ്ട കാര്യമില്ല. പഠിച്ചോൻ മലക്കുകൾക്ക് കൊടുത്ത ചിറകുകൾ ഏത് രൂപമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതായത് ചിറക് എന്നുള്ളത് അതിവേഗതയിൽ സഞ്ചരിക്കാനുള്ളതാണ്. അപ്പോൾ മലക്കുകൾ ഈ പ്രപഞ്ചത്തിൽ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ ആവശ്യമായ ഒരവയവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. മസന ഈരണ്ടായിട്ടണം, സുലാസ മുമ്മൂന്നായിട്ടും, റുബാ നാലായിട്ടും, അത് 2, 3, 4. അപ്പോൾ അവിടെ അവസാനിപ്പിക്കണില്ല. യസീദു ഫിൽ ഖൽഖി, അവൻ്റെ സൃഷ്ടിപ്പിൽ അവൻ വർദ്ധിപ്പിക്കും. മായശാ, അവൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മലക്കുകൾ അല്ലാഹു തആല 2 ചിറകുള്ള മലക്കുകൾ, 3, 4, അതുപോലെ 700 ചിറകുകളുള്ള മലക്കായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ഹദീസുകളിലുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെയും വേഗത, അവരുടെ ദൗത്യത്തിൻ്റെ നടത്തിപ്പിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ചിറകുകൾ നൽകിക്കൊണ്ട് ഒരു അദൃശ്യ ജീവികളെ അല്ലാഹു തആല ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതാണ്, അതിനെ നിഷേധിക്കേണ്ട ഒരു കാര്യം പറ്റില്ല. അത് ഈ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. അൽ ഈമാൻ ബില്ലാഹി വ മലായികത്തിഹി പറഞ്ഞല്ലോ. യസീദു ഫിൽ ഖൽഖി, അവൻ്റെ സൃഷ്ടിപ്പിൽ അവൻ സിയാദത്ത് വർദ്ധിപ്പിക്കും. മായശാ, അവൻ ഉദ്ദേശിച്ചതിനെ. അപ്പോൾ മലക്കുകൾക്ക് ചിറകുകളുടെ വർധനവുണ്ടാവും. ഇനി അവരുടെ സ്വഭാവത്തിലും രൂപത്തിലും അവരുടെ ശബ്ദത്തിലും ദൗത്യത്തിലും കൂടുതലും ഏറ്റക്കുറവുകൾ ഉണ്ടാകും. യസീദു ഫിൽ ഖൽഖി മായശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയം അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പോൾ ഗൈബാണ് ഈ പറഞ്ഞതൊക്കെ. ഇങ്ങനെ മലക്കുകൾ എവിടെ, എങ്ങനെയാ പോലെ ചിറക്, എങ്ങനെയാ പോലെ പറക്കൽ, എത്ര സ്പീഡിലാണ്, അതൊന്നും നമുക്കറിയില്ലോ. അല്ലാഹു തആല അത് പഠിപ്പിച്ചു തന്നു, റസൂല് പലയിടത്തും അത് വിശദീകരിച്ച് തന്നു. ആ ഗൈബ് നമ്മൾ വിശ്വസിക്കന്നെ. അതാണ് വന്നാസിയാത്തി ഖുർഖ വന്നാശിതാത്തി നഷ്ത ഫസാബിഹാത്തി സബ്ഹ ഫസാബിഖാത്തി സബ്ഖ ഫൽമുദബ്ബിറാത്തി അംറ. മനുഷ്യൻ്റെ റൂഹുകൾ പിടിച്ച് അതിവേഗത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നവർ, അതാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ. മുദബ്ബിറാത്ത് അംറാണ്. ഇപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കാൻ അല്ലാഹു തആല മലക്കുകളെ, അള്ളാഹുവിനെ കൊണ്ട് സ്വന്തം കഴിയാത്തതല്ല. ഇൻമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ, ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അതുണ്ടാകും. എന്നാൽ അള്ളാഹു മലക്കുകളിൽ കൂടിയാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അങ്ങനെ മലക്കുകളുടെ കഴിവുകൾ എല്ലായിടത്തും പലയിടത്തും കാണാം. ഇനി മാ യഫ്തഹില്ലാഹു ലിന്നാസി, അല്ലാഹു തആല ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയില്ല, തുറന്നു കൊടുക്കുന്നതെല്ലാം, തുറന്നു കൊടുക്കുകയില്ല എന്നല്ല, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ, ജനങ്ങൾക്ക് അല്ലാഹു തആല റഹ്മത്ത്, കാരുണ്യത്തിൽ നിന്ന് എന്ത് തുറന്നു കൊടുത്താലും ഫലാ മുംസിക ലഹാ, അതിനെ പിടിച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ പഠിച്ചോ നമുക്ക് അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത, നീ തന്നതിനെ തടയാൻ ആർക്കും സാധ്യമല്ല എന്നല്ലോ ആ ദിക്റ്. അതെന്നാണ്
അള്ളാഹുത്താല ഒരാൾക്ക് റഹ്മത്ത് തുറന്നു കൊടുക്കുന്നത് എന്തുണ്ടോ, വലിയതാവട്ടെ ചെറിയതാവട്ടെ, ഫലാ മുംസിക ലഹാ, ആ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. ഒമാ യുംസിക്, അള്ളാഹുത്താല പിടിച്ചു വെക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു മനുഷ്യന് കൊടുക്കാതെ അള്ളാഹുത്താല പിടിച്ചു വെക്കണം, അവന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചാൽ ഫലാ മുർസില ലഹു, അതിനെ അയച്ചു വിടുന്നവനുമായില്ല. അർസല എന്ന് പറഞ്ഞാൽ അയച്ചു, അതിനെ അയച്ചു വിടുന്നവനുമില്ല. മിൻ ബഅദിഹി, അള്ളാഹുവിന് ശേഷം, അതായത് അള്ളാഹുവിൻ്റെ പുറമെ. അള്ളാഹു അല്ലാതെ വേറൊരാൾ അള്ളാഹ് കൊടുക്കാൻ വിചാരിച്ച നിയമത്തിനെ പിടിച്ചു വെക്കാനും കഴിയില്ല, അള്ളാഹ് പിടിച്ചു വെച്ചതിനെ കൊടുക്കാനും കഴിയില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത എന്നുള്ളതിൻ്റെ ആശയം തന്നെയാണ്. വഹുവൽ അസീസ്, അവൻ പ്രതാപിയാണ്, അൽ ഹക്കീം, സൂക്ഷ്മജ്ഞാനിയുമാണ്. അപ്പം അള്ളാഹുവിൻ്റെ ആ മഹത്വം നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. ഇതനുസരിച്ച് നമ്മളെ ജീവിതത്തെ ക്രമീകരിക്കാനാണ് നമുക്ക് അള്ളാഹു തആല പഠിപ്പിച്ചു തരുന്നത്. അതനുസരിച്ച് ജീവിക്കാൻ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.